ഹലോ അസ്സാം വലൈക്കും. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുന്നൊരു ജ്യൂസാണത്. പൊതുവെ വലിയ തിക്കായിട്ടുള്ള ജ്യൂസുകൾ ഇഷ്ടമില്ലാത്ത ആൾക്കാർക്കൊക്കെ ഇത് നന്നായിട്ട് തന്നെ ഇഷ്ടമാവും. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം തന്നെ കുക്കുംബറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ കുക്കുംബർ ഞാൻ 3 എടുത്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ തൊലി കളയേണ്ട ആവശ്യമൊന്നുമില്ല. സാധാരണ നമ്മൾ കുക്കുംബർ ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ തൊലി കളഞ്ഞിട്ട് ഉണ്ടാക്കാം. പക്ഷേ നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്ന ഈ ജ്യൂസിന് ഇതിൻ്റെ തൊലി കളയേണ്ട ആവശ്യമില്ല. നമ്മളിതിനെ ഇങ്ങനെ തന്നെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ട് വരാം. കുറച്ച് വലിയ പീസാക്കിയിട്ട് തന്നെ കട്ട് ചെയ്താൽ മതി. ഇപ്പോൾ ഞാൻ എല്ലാത്തിനും ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനെല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതെല്ലാം കൂടെ ഇപ്പോൾ ഒരുമിച്ച് തന്നെയാണ് അടിച്ചിട്ട് എടുക്കാൻ പോകുന്നത്. ഈ 3 കുക്കുംബറും കൂടെ ഒരുമിച്ചാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. മിക്സിയുടെ ജാറ് ചെറുതാണെങ്കിൽ കുറച്ചിട്ടാൽ മതി, എല്ലാം കൂടെ ഇടണ്ട. അപ്പോൾ ഇതിട്ട ശേഷം ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഇഞ്ചിയാണ്. അപ്പോൾ ഞാൻ ചെറിയ 4 പീസ് ഇഞ്ചി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്, ചെറിയ പീസാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ നാരങ്ങാനീര് ചേർക്കുന്നുണ്ട്. അപ്പോൾ നാരങ്ങാനീര് ഞാൻ ചേർക്കുന്നത് ഒരു 3 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം പുളി വേണമെന്നുള്ളവർക്ക്, അല്ലാത്തവർക്ക് കുറച്ച് മതി. പിന്നെ ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ കൂടെ നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു 4 സ്പൂണോളൊക്കെ പഞ്ചസാര ചേർക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം പിന്നെ നമുക്കിതിലേക്ക് ചേർക്കുന്നത് ഈ ഒരു സാധനമാണ്. അപ്പോൾ ഇത് കുരുമുളക് പൊടിയൊന്നും അല്ല കേട്ടോ. ഇത് നമ്മുടെ പുതിനയിലല്ലേ, പുതിനയില നന്നായിട്ട് ഉണക്കിയിട്ട് പൊടിച്ചെടുത്താണ്. നമ്മൾ ഈ പുതിനയില എങ്ങനെയൊക്കെ സൂക്ഷിച്ചാലും അത് പെട്ടെന്ന് ചീഞ്ഞു പോകില്ലേ. അപ്പോൾ ഇത് ഉണക്കിയിട്ട് പൊടിച്ചിട്ട് കുപ്പിയിൽ സൂക്ഷിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ അത് ഏകദേശം 1 സ്പൂൺ ഇട്ടു. പിന്നെ ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിക്കുക. അപ്പോൾ നല്ല തണുത്ത വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. ഐസ് വാട്ടർ വേണം ഒഴിക്കാൻ, ആ കാര്യം മറക്കരുത്. ഇനി നമുക്കിതിനെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അടിച്ചിട്ട് വരാം. ഇപ്പോൾ ഞാൻ മിക്സിയിൽ എല്ലാം നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒരു അരിപ്പയിലൂടെ അരിച്ചിട്ടെടുക്കാം. അല്ലെങ്കിൽ നമ്മൾ ഈ തൊലിയോടെ അല്ലേ അടിച്ചത്, അപ്പോൾ അതിൻ്റെ പീസൊക്കെ കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല തൊലി കടിക്കുമ്പോൾ. അതുകൊണ്ട് തന്നെ എന്തായാലും അരിച്ചിട്ടെടുക്കണം കേട്ടോ. അതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ഇത് അരിച്ചു കഴിഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നന്നായിട്ട് സ്ക്വീസ് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ അതിലെ ആ കംപ്ലീറ്റ് നീരൊക്കെ അങ്ങ് പോന്നോളും. അപ്പോൾ ഇതിൻ്റെ കളർ കാണാനും നല്ല ഭംഗിയാണ്, നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ലൊരു റിഫ്രഷിങ് ഫീൽ തരാൻ ഈ കുക്കുംബറിന് ഒരു പ്രത്യേക കഴിവ് തന്നെയാണ്. അത് നമ്മൾ കഴിക്കുമ്പോഴും അതേപോലെ തന്നെ ഇങ്ങനെ ജ്യൂസാക്കിയിട്ട് കുടിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ നാരങ്ങ വെള്ളമൊക്കെ ഒരുപാട് ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമല്ലേ കാരണം. അതേപോലെ തന്നെ നല്ലൊരു കുടിക്കാനൊരു സുഖമുള്ളൊരു ജ്യൂസാണത്. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു സാധനം കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ ആദ്യം ഇതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കുകയാണ്. കണ്ടോ, കളർ കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ. ഇനി ഞാനിതിലേക്ക് കുറച്ച് ചിയ സീഡ്സും കൂടെ ആഡ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ കസ്കസ് കേട്ടോ. ഇവിടെ UAE കസ്കസ് കിട്ടാത്തതുകൊണ്ട് നമ്മൾ ചിയ സീഡ്സാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇഷ്ടമുള്ളവർക്ക് ഇട്ടാൽ മതി. അപ്പോൾ ഇതിങ്ങനെ കടിക്കുമ്പോൾ ഒരു നല്ല ടേസ്റ്റാണ്, അതുകൊണ്ട് ഞാൻ ആഡ് ചെയ്ത കേട്ടോ. അപ്പോൾ എല്ലാവരും മറക്കാണ്ട് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.